ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുണ്യപുരാതനമായ അമ്പഴക്കാട് ഫൊറോനയിൽ ചാലുക്കുടി പുഴയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഗ്രാമമാണ് കല്ലൂർ. കല്ലൂർ ഗ്രാമത്തിന്റെ ഹൃദയമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഇടവക ദേവാലയം. 1948-49 കാലഘട്ടത്തിലാണ് കല്ലൂരിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ ഒരു കപ്പേള സ്ഥാപിക്കപ്പെടുന്നത്. 1986 ജനുവരി 25 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ ഒരു ദേവാലയം കല്ലൂരിൽ ഉയർന്നു വന്നു. അന്നു മുതൽ നാളിന്നുവരെ വിശുദ്ധ സെബസ്ത്യാനോസ് കല്ലൂരിന്റെ കാവൽക്കാരനായി നിലകൊള്ളുന്നു. 33-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിനു വേണ്ടി മരണം സ്വീകരിച്ച ധീര രക്തസാക്ഷിയായ സെബസ്ത്യാനോസിന്റെ മൃതശരീരം അന്നാളിൽ ക്രിസ്തുവിനു വേണ്ടി മരണം വരിച്ച മറ്റു രക്തസാക്ഷികൾക്കൊപ്പം ഒരു ഭൂഗർഭാലയത്തിലാണ് സംസ്കരിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസിനെ സംസ്കരിച്ച ആ ഭൂഗർഭാലയത്തിന്റെ മുകളിൽ ഇന്ന് ഒരു ബസലിക്ക പണി തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാവന ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണിന്മേൽ ഉയർന്ന പ്രസ്തുത ദേവാലയത്തിൽ നിന്നും എടുത്ത് അവിടുത്തെ റെക്ടർ ഫാദർ സ്റ്റെഫാനോ ആദരപൂർവം നൽകിയ കല്ലാണ് കല്ലൂരിന്റെ കാവൽക്കാരനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ പുനർനിർമ്മിക്കുന്ന ദേവാലയത്തിന് അടിസ്ഥാന ശിലയായി മാറുന്നത്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ ജോഷയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി മുറിച്ചു കടന്ന ഇസ്രായേൽ ജനം ജോർദാനിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന 12 കല്ലുകൾ കൊണ്ട് ഒരു സ്മാരകം തീർക്കുന്നുണ്ട്. ദൈവം തങ്ങളുടെ പൂർവികരുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നന്ദിയുടെ പ്രതീകമായിരുന്നു അവർ ഒരുക്കിയ ആ സ്മാരകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സിയോനിൽ സ്ഥാപിക്കപ്പെടുന്ന ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെക്കുറിച്ചുള്ള പ്രവചനപരമായ അറിയിപ്പുണ്ട്. കല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകളിൽ അവരുടെ പൂർവികരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനും വഴി നടത്തിയതിനുമുള്ള നന്ദിയുടെ പ്രതീകമായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ ഒരുക്കുന്ന പുതിയ ദേവാലയം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ഉയർത്തപ്പെട്ട ദേവാലയമാകുന്ന സഭയെപ്പോലെ വിശ്വാസത്തിന്റെ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കബറിട ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധമായ കല്ല് വിശുദ്ധന്റെ നാമത്തിലുള്ള ഈ പുതിയ ദേവാലയത്തിന്റെ അടിസ്ഥാനമായി മാറുന്നു. 2025 ആഗോള കത്തോലിക്ക സഭയ്ക്ക് ജൂബിലി വർഷമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025-ാം വർഷത്തിൽ വിശുദ്ധമായ ഒരു ജൂബിലി തീർത്ഥാടനത്തിന്റെ പരിസമാപ്തിയിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കബറിടത്തിൽ നിന്നും നൽകപ്പെട്ട ഈ ശില കല്ലൂരിന്റെ മണ്ണിലെത്തുന്നതും പുതിയ ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയായി മാറുന്നതും. 2025 ജൂൺ 25 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കബറിടത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദേവാലയത്തിൽ വെച്ച് ഫാദർ സ്റ്റെഫാനോ ഈ ശില കല്ലൂർ ഇടവക വികാരിയുടെ സുഹൃത്ത് ഫാദർ വിൻസെന്റ് ഇടക്കരോട്ട് MCBSന് കൈമാറി. തുടർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കല്ലറയിൽ ഈ കല്ല് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബസലിക്കകളിലേക്ക് ഈ കല്ല് സംവഹിക്കപ്പെട്ടു. ജൂബിലിയുടെ ഭാഗമായി തുറക്കപ്പെട്ടിരുന്ന അതിപ്രധാനമായ വിശുദ്ധ വാതിലുകളിലൂടെയാണ് ഈ ശില സംവഹിക്കപ്പെട്ടത് എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആദ്യം ഈ ശില കൊണ്ടുപോയത് റോമാ നഗരത്തിന് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ ബസലിക്കായിലേക്കാണ്. വിശുദ്ധ പൗലോസിന്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. വിശുദ്ധ പൗലോസിനെ ബന്ധിച്ച ചങ്ങലകൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അവിടെ നിന്നും വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും വിശുദ്ധ യോഹന്നാന്റെയും നാമത്തിലുള്ള ലാറ്ററൻ ബസലിക്കയിലേക്കാണ് ഈ ശില കൊണ്ടുപോയത്. ആഗോള കത്തോലിക്ക സഭയുടെ മദർ ചർച്ച് എന്നാണ് ഈ ബസലിക്ക അറിയപ്പെടുന്നത്. പിന്നീട് ഈ ശില
പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിലുള്ള സാന്താ മരിയ മജോറെ ബസിലിക്കായിലേക്ക് സംവഹിക്കപ്പെട്ടു. ഉണ്ണീശോ പിറന്ന പുൽക്കൂടിന്റെ പൂജ്യഭാഗങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ മൗലിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നതും ഈ ദേവാലയത്തിലാണ്. എല്ലാ യാത്രകൾക്ക് മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചിരുന്ന സാലൂസ് പോപ്പുലി റൊമാനി എന്ന മാതാവിന്റെ കപ്പേളയിലും പാപ്പായുടെ കബറിടത്തിലും ഈ കല്ല് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവസാനമായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കായിലേക്ക് ഈ ശില സംവഹിക്കപ്പെട്ടു. വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിന്റെ മുകളിലാണ് ഈ ബസിലിക്ക നിലകൊള്ളുന്നത്. പത്രോസിന്റെ കബറിടത്തിന്റെ മുകളിലെ അൾത്താരയിലും ഈ കല്ല് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജൂൺ മാസം 26 അസാധാരണവും അസുലഭവുമായ ഒരു ഭാഗ്യം കല്ലൂർ ഇടവക ജനത്തിനു വേണ്ടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയിൽ ദൈവം ഒരുക്കിവച്ചിരുന്നു. അന്ന് മാർപ്പാപ്പ നൽകിയ പ്രത്യേക ഓഡിയൻസിൽ വെച്ച് ഫാദർ വിൻസെന്റ് ഇടക്കരോട്ടിൽ നിന്ന് പ്രസ്തുത ശില മാർപ്പാപ്പയുടെ സെക്രട്ടറി ഏറ്റുവാങ്ങുകയും പത്രോസിന്റെ പിൻഗാമിയും ആഗോള സഭയുടെ പരിശുദ്ധ തലവനുമായ ലയോ 14 മാർപ്പാപ്പയുടെ കൈകളിൽ ആ കല്ല് ഏൽപ്പിക്കുകയും ചെയ്തു. പാപ്പ കല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ പുതിയ പള്ളിയുടെ ചിത്രം നോക്കിക്കാണുകയും അതിന്റെ അടിസ്ഥാനമായി മാറാനിരിക്കുന്ന ആ ശിലയെ തന്റെ കൈകളിലെടുത്ത് ആശീർവദിച്ച് നൽകുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു ദേവാലയത്തിന് അടിസ്ഥാനമിടാൻ വേണ്ടി ലയോ 14 പാപ്പ ആശീർവദിച്ചു നൽകിയ ആദ്യത്തെ ശില അത് കല്ലൂരിനു വേണ്ടി ഒരുക്കപ്പെട്ട ഈ ശിലയായിരിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കബറിട ദേവാലയത്തിൽ നിന്നും നൽകപ്പെട്ട റോമിലെ പുണ്യപുരാതനമായ ബസിലിക്കകളുടെ അതിവിശുദ്ധമായ ജൂബിലി വാതിലുകളിലൂടെ സംവഹിക്കപ്പെട്ട പരിശുദ്ധ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിച്ച ഈ ശിലയാണ് 2025 ഓഗസ്റ്റ് മാസം 31 റോം ആസ്ഥാനമായി യൂറോപ്പിന്റെ മുഴുവൻ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ആയിരിക്കുന്ന അഭിവന്യ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവ് കല്ലൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ശിലയാണ് ഒക്ടോബർ മാസം 5 ഇരിഞ്ഞാലക്കുട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവിന്റെ കരങ്ങൾ വഴി കല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ പുതിയ ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയായി സ്ഥാപിക്കപ്പെടുന്നത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി കല്ലൂരിന്റെ കാവൽക്കാരനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ ഒരു പുതിയ ദേവാലയം എന്നുള്ള സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് അതുവഴി ആരംഭം കുറിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്കൊരുങ്ങാം. ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ഈ സ്വപ്ന പൂർത്തീകരണത്തിനായി കൈകൾ കോർക്കാം.